പൈവളികയിലെ മുഹമ്മദ് ആസിഫിന്റെ ദുരൂഹമരണത്തിൽ സിബിഐ അന്വേഷണത്തിന് പച്ചക്കൊടി കാട്ടി കേരള ഹൈക്കോടതി. ഇക്കാര്യത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ട് പോലീസിന് നോട്ടീസ് അയക്കാനും കോടതി നിർദ്ദേശിച്ചു. This news sponsored by Bobby Chamanur International Jewelers, traditionally trusted for 162 years. 2025 ജനുവരി 15-നാണ് മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പൈവളികെ കയർക്കട്ട എന്ന സ്ഥലത്ത് നിർത്തിയിട്ട ലോറിക്കകത്ത് മുഹമ്മദ് ആസിഫിനെ അവശനിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ആസിഫിന്റെ മാതാവ് സക്കീന സമർപ്പിച്ച ഹർജിന്മേലാണ് ഇപ്പോൾ കേരള ഹൈക്കോടതി സുപ്രധാന വിധി പ്രസ്താവം നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കേസ് പരിഗണനയ്ക്കെടുത്ത കോടതി ഹർജിക്കാരൻ്റെയും പബ്ലിക് പ്രോസിക്യൂട്ടറുടെയും വാദങ്ങൾ കേട്ട ശേഷം അന്വേഷണം CBIക്ക് കൈമാറണമെന്ന ആവശ്യം എന്തുകൊണ്ട് അനുവദിച്ചുകൂടാ എന്ന് ചോദിക്കുകയും ഇക്കാര്യത്തിൽ വിശദീകരണം നൽകാൻ പോലീസിന് നോട്ടീസ് അയക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തത്. മകൻ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെയും സഹോദരങ്ങളുടെയും വേദന കോടതി കേട്ടത് കേസ് അന്വേഷണത്തിൽ വലിയ വഴിത്തിരിവുണ്ടാക്കിയേക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മരണത്തിൽ വലിയ ദുരൂഹത ഉയർന്നിട്ടും പ്രാഥമിക അന്വേഷണത്തിൽ ഇത് കൊലപാതകമാണെന്ന് തെളിഞ്ഞിട്ടും കേസിൽ പോലീസ് വേണ്ടത്ര താൽപ്പര്യം കാട്ടിയില്ലെന്നാണ് കുടുംബം കുറ്റപ്പെടുത്തുന്നത്. മാത്രമല്ല, ഇക്കാരണത്താൽ തന്നെ പ്രതികൾ പലരും രാഷ്ട്രീയ സ്വാധീനം മുതലാക്കി രക്ഷപ്പെടുന്ന സ്ഥിതിയാണ് ഉണ്ടായതെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തിയതിൻ്റെ ഫലമായാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും ആശ്വാസത്തിനുള്ള അനുകൂല നിലപാട് ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.